കാർഷിക പാരമ്പര്യത്തെ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പച്ചക്കറി കൃഷി ജനശ്രദ്ധയാകർഷിക്കുന്നു. പാവയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, പയർ, പപ്പായ, ചീര, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾ, ചേന, പടവലം, ബന്ദികൃഷി മുതലായവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വലിയ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് കുട്ടികൾ കൃഷിയിൽ ഏർപ്പെടുന്നത്. രാവിലെയും വൈകുന്നേരവും അവധി ദിവസങ്ങളിലും പഠന സമയം നഷ്ടപ്പെടുത്താതെയുമാണ് തങ്ങൾ പച്ചക്കറികൾക്ക് വെള്ളമൊഴിക്കുന്നതും അവയെ പരിപാലിക്കുന്നതെന്നും കുട്ടികൾ അഭിമാനത്തോടെ പറയുന്നു. പൂർണ്ണമായും ജൈവ രീതിയാണ് കൃഷി ഇറക്കുന്നത്. ഉപയോഗിക്കുന്ന വളവും ജൈവം തന്നെ. കുട്ടികൾക്ക് കരുത്തായി സ്കൂളിലെ അധ്യാപകരും കൂടെയുണ്ട്. ഈ സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനും റോവർ ലീഡറുമായ നോബി ഡൊമിനിക്കാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. പച്ചക്കറി കൃഷി കൂടാതെ പൂവ് കൃഷിയും മത്സ്യകൃഷിയും സ്കൂളിൽ നടന്നു വരുന്നു. മത്സ്യപരിപാലനവും തീറ്റ നൽകലുമെല്ലാം കുട്ടികൾ തന്നെ. കുട്ടികൾ നട്ടു നനച്ച് വിളയിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ ഓണക്കാലത്തെ വിളവെടുപ്പ് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. സ്കൂളിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത് ഈ പൂക്കൾ ഉപയോഗിച്ചാണ്. മാത്രമല്ല, ഓണക്കാലത്തെ കുട്ടികൾ പൂക്കൾ വിൽക്കുകയും ചെയ്തു. സ്കൂളിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാൻ പൂവിന് പകരം കുട്ടികൾ ജൈവ കൃഷിയുടെ വിളയിച്ച പച്ചക്കറികൾ നൽകുക വഴി എല്ലാവരുടെയും പ്രശംസ നേടാൻ കുട്ടികൾക്കായി. നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അധ്യാപകരിൽ നിന്നും മാർഗനിർദ്ദേശം സ്വീകരിച്ച് കുട്ടികൾ തന്നെയാണ് സജീവമായി കൃഷി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഒഴിവു സമയങ്ങളിൽ മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലും അലസമായി സമയം ചിലവഴിക്കാതെ ക്രിയാത്മക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുകയെന്നതോടൊപ്പം കൃഷിയോടും അടുക്കളത്തോട്ടത്തോടും എന്ന ആശയവും അവരെ ആഭിമുഖ്യം ഉള്ളവരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു പറഞ്ഞു. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കുട്ടികളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഇത് സ്കൂളിൽ കൃത്യമായി ചെയ്യുന്നുണ്ട്. ജൂൺ മാസം മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വിവിധ കൃഷികൾ അതാത് കാലത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. ഈ വർഷത്തെ ബന്ദികൃഷി, ജെണ്ടുമല്ലി കൃഷി വളരെ ശ്രദ്ധ ആകർഷിച്ചതാണ്. ഓണത്തിന് ഈ സ്കൂളിൽ, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി എല്ലാം അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആ പൂക്കളാണ് ഉപയോഗിച്ചത്. നമ്മൾ ആ പൂക്കൾ വിൽക്കുക പോലും ഉണ്ടായി. ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ കാലത്തിനനുസൃതമായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിഷരഹിത പച്ചക്കറി നിർമ്മാണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പും വളരെ താല്പര്യത്തോടെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും വലിയ പ്രചോദനമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കുട്ടികളുടെ കൃഷിത്തോട്ടം സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും സഹായവും നൽകുന്നതും ഏറെ പ്രയോജനപ്രദവും പ്രചോദനവുമാണെന്നും പ്രിൻസിപ്പൽ അനുസ്മരിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.